ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? സൂപ്പർ സ്പീഡോ, നീ ട്വിങ്കിളിനെയും ഡോഡോയും രക്ഷിക്ക്. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കൊള്ളാം, ഇന്നത്തെ പിക്നിക് അടിപൊളിയായിട്ടുണ്ട് അല്ലേ കിക്കോ? അതേ മേയറങ്കിൾ, ശരിക്കും ഈ ട്രിപ്പ് രസകരമാണ്. രസം എന്ന് വെച്ചാൽ സാധാരണ രസമല്ല, അതിഭയങ്കര രസം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പിക്നിക്ക് പോകുമ്പോ ഒരു ബസ്സല്ല 2 ബസ് കൊണ്ടുപോയേക്കാം. അയ്യോ, അതെന്തിനാ? റേസിംഗ് മറ്റോ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടോ? അല്ലെന്നേ, ഒരു ബസിന്റെ അകത്ത് നമുക്കിരിക്കാം. രണ്ടാമത്തെ ബസ്സിൽ കഴിക്കാനുള്ള സാധനം മൊത്തം ഫിൽ ചെയ്ത് വെച്ചേക്കാം. ഇപ്രാവശ്യം ആഹാരം ഒരു അല്പം കുറഞ്ഞുപോയി. ആഹാരം എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. അയ്യോ എന്റെ അമ്മേ, എന്താ ഇത്? എന്റെ വണ്ടിക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അയ്യോ എന്റെ സാലോ, ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ടാവ്. ഒരു പ്രശ്നമില്ലെന്ന്, ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ഇത് ശരിയാക്കി എടുത്തേക്കാം. കാർബറേറ്റർ അത് കറക്റ്റാ, ബാറ്ററി അതും കറക്റ്റാ, കപ്ലിങ് കറക്റ്റാ, സ്റ്റാർട്ടർ മോട്ടർ കറക്റ്റ്. ഷടാ, എല്ലാം കറക്റ്റ് ആണല്ലോ. പിന്നെ ഈ ശാലു എന്താ സ്റ്റാർട്ട് ആകാത്തത്? ടെമ്പോ അണ്ണ, നിങ്ങൾ ഈ പാർട്സ് ഒക്കെ വീണ്ടും ഫിറ്റ് ചെയ്യാൻ ഒരുപാട് സമയമാണെന്ന് തോന്നുന്നു. അതൊന്നും ഇല്ല കുട്ടാ, അതൊക്കെ എനിക്ക് ഈസി ആയ കാര്യമാണ്. ഇപ്പൊ നോക്കിക്കോ. വരൂ, നമുക്ക് അകത്തേക്ക് ചെന്ന് നോക്കാം. ഒരു പക്ഷെ ആരെങ്കിലും നമ്മളെ സഹായിച്ചാലോ? എന്റെ ദൈവമേ, ഇത്രയും വലിയ ബംഗ്ലാവോ? ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ എന്റെ കയ്യിലുള്ള ഈ ടോഫി അങ്ങ് കഴിച്ചേക്കാം. അല്ല, ഇതിന്റെ വാതിൽ എങ്ങനെയാ തുറക്കുന്നത്? ബംഗ്ലാവിന്റെ വാതിൽ തന്നെത്താൻ എങ്ങനെയാ തുറന്നത്? ഒരുപക്ഷെ ഇതിനകത്ത് വല്ല ഭൂതവും പതുങ്ങിയിരിക്കുന്നുണ്ടോ? ഭൂതവും പ്രേതവും ഒന്നുമില്ല മേയർ അങ്കിൾ. വരൂ, നമുക്ക് അകത്തേക്ക് ചെല്ലാം. എന്തുമാത്രം ഡസ്റ്റാ ഇവിടെ. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഈ സ്ഥലം അൺടൈഡി ആണ്. പല വർഷങ്ങളായിട്ട് ഇവിടെ ആരും തന്നെ വന്നിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, ഇത്രയും വലിയൊരു പഴയ ബംഗ്ലാവ് ആരുടേതായിരിക്കും?
എന്റേതാ. ഭൂതം. അങ്ങോട്ട് നോക്കൂ, ആ പഴയ പെയിന്റിംഗ് ഇയാളുടെയാണ്. ഓടിക്കോ മമ്മി, രക്ഷിക്കണേ മമ്മി, എന്റെ കാര്യം പോക്കാ. നിങ്ങൾ ആരും ഭയപ്പെടണ്ട, ഞാൻ ഭൂതമല്ല. എന്റെ പേര് പ്രിൻസ് എന്നാണ്. ഈ പെയിന്റിംഗ് എന്റെ അച്ഛൻ്റെതാണ്. ഇത് എന്റെ കൊട്ടാരമാണ്. ഗുഡ് ഈവനിങ് പ്രിൻസ് ചേട്ടാ. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സൺസിറ്റിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ വന്ന ബസ്സിന് ഒരു ചെറിയ പ്രശ്നം, അതുകൊണ്ട് സഹായം തേടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരരുതായിരുന്നു. കാരണം ഈ ബംഗ്ലാവിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 7 മണിക്ക് ശേഷം ഭയപ്പെടുന്ന രീതിയിൽ ചില സംഭവങ്ങൾ നടക്കാറുണ്ട്. ഈ ടോണി ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ ആരും ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ആലോചിക്കാതെ ചാടിയിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ടോണി ബോസ് തലയിൽ കുത്തി താഴെ കിടക്കുന്നു. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ. സമയം ഇപ്പോൾ മണി 7 ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. പക്ഷേ നിങ്ങൾ ഞാനിവിടെ വല്ലപ്പോഴുമൊക്കെ വന്നു പോവാറുണ്ട്. ഞാനും ഇപ്പോൾ ഇറങ്ങാനിരിക്കുകയായിരുന്നു. 10 വന്നത് 8 തിരിച്ചു പോകാൻ ഒരിക്കലും പറ്റില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ. എന്താ പറഞ്ഞത്? സാറ് ചുരുക്കത്തിൽ പറഞ്ഞത് ട്വിങ്കിളും ഡൂഡോയും കാണാതെ പോയിരിക്കുക. സംഗതി കൊള്ളാലോ. എത്ര വലിയൊരു ലൈബ്രറിയാണിത്. ഇവിടെ ഒരുപാട് ബുക്സ് ഉണ്ടല്ലോ. 2 വേർഡ്സിൽ പറയണമെങ്കിൽ സൂപ്പർ അമേസിംഗ്. പക്ഷേ ഈ ബുക്സ് മൊത്തം പൊടി പിടിച്ച് കിടക്കാണല്ലോ. ഇതൊക്കെ ആരും എന്താ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആരാ അവിടെ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഭൂതത്തിന്റെ ബംഗ്ലാവ്. ഇത് ഏത് തരം ബുക്കാണ്? Oh God, ഞാൻ ശരിക്കും ഇതിനകത്ത് കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നത്. എന്നെ അങ്ങ് വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. നിനക്കിപ്പോ എങ്ങോട്ടാ പോകേണ്ടത്? നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? കഴിക്കാൻ ആഹാരം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ദേ അങ്ങോട്ട് നോക്ക് ഡോഡോ. ആ ബുക്സ് എല്ലാം നീയല്ലേ തള്ളിയിട്ടത്? ഏത് ബുക്ക്? ഇപ്പോ കുറച്ച് സമയത്തിന് മുമ്പ് ഈ ബുക്കുകളെല്ലാം താഴെ വീണ് കിടക്കായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ ആരോ ഉണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കൂ, കീക്കോ. കീക്കോ, ഞങ്ങളെ രക്ഷിക്ക്. അല്ലെങ്കിൽ ആ രാക്ഷസൻ ക്യാരറ്റ് തിന്നുന്നത് പോലെ ഞങ്ങളെ അങ്ങ് തിന്നുകളയെന്നാ തോന്നുന്നത്. ഇയാള് രാക്ഷസനൊന്നുമല്ല, ഇയാള് എന്റെ ആളാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഹിമ്മത്ത് എന്നാണ്. സമയം ഇരുട്ടി, ഇനി നമുക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ചന്ദ്രൻ ഉദിക്കുന്ന സമയമായി കഴിഞ്ഞു. ഇതിനു ശേഷം ഇവിടെ നിൽക്കുന്നത് അപകടം പിടിച്ച കാര്യമാണ്. എന്താ അപകടമാണുള്ളത് ഇവിടെ? സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നിഴൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ചിലർ അതിനെ ഭൂതമെന്നും പറയാറുണ്ട്, പിന്നെ ചിലരെ പ്രേതമെന്നും പറയാറുണ്ട്. അതാരാണെങ്കിലും ഒരുപാട് പവർഫുൾ ആണ്. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ആരാത്? അയ്യോ, ഇത് ഞാനാണ്. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നമുക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നതാ നല്ലത്. വെറുതെ എന്തിനാ ഭൂതപ്രേതങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് ഭൂതത്തിനൊന്നും പേടിയില്ല. ഒരു കാര്യം അറിയോ, ഒരു പ്രാവശ്യം ഞാൻ ഒരു ഭൂതത്തിനെ പിടിച്ചു വെച്ച് ഒരുപാട് അങ്ങ് പെരുമാറി. അടിച്ചവന്റെ എല്ലുകൾ എണ്ണിയില്ലേ. പിന്നെ ആ ഭൂതം ബൂ ബൂ എന്ന് കരയാൻ തുടങ്ങി. സത്യമാണോ മേയർ അങ്കിൾ? പിന്നെ അല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ചിലന്തി വല വന്ന് വീഴട്ടെ. നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണല്ലേ? ഈ സ്ഥലത്തിനെ കുറിച്ച് ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഹണ്ടഡ്. വരൂ, നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാം. എന്ത് പറയുന്നു കീക്കോ?
ശരി, വാ നമുക്ക് പോകാം. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം എങ്ങനെയാണ് അനങ്ങുന്നത്? പിന്നെ അവിടെയുള്ള ആ പെയിന്റിംഗ് അതെങ്ങനെ തലകീഴായിട്ട് മാറിയത്? എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ആ തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എന്റെ ദൈവമേ, അവളൊരു മന്ത്രവാദിനിയാണല്ലോ. ഞാൻ കഴിച്ചതെല്ലാം ആഹാര സാധനങ്ങളാണ്. ഇനി അവൾ എന്നെ തിന്നുന്ന തോന്നുന്നത്. ഭയപ്പെടണ്ട ഡോഡോ, ഒന്നും സംഭവിക്കില്ല. ആ പിന്നൊരു കാര്യം, അവള് പിശാചിനിയുമല്ല മന്ത്രവാദിനിയുമല്ല, ആരോ നമ്മളോട് കളിക്കാണ്. ദേ നോക്കൂ, നിങ്ങളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവേത് നിങ്ങൾ മറ്റുള്ളവരെ പേടിപ്പിക്കരുത്. ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ദേ നോക്കൂ, പെണ്ണുങ്ങളെ ഞാൻ ഒരിക്കലും അടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അവസാനമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, അതായത് ആ ക്യാൻ എങ്ങനെയാ അവളെ കടന്ന് പുറത്തേക്ക് പോയത്? അയ്യോ കീക്കോ, അവള് ഭൂതം തന്നെയാണ്. ഒരുപക്ഷെ അവള് മനുഷ്യശ്രീ ആയിരുന്നെങ്കിൽ ഞാൻ അവളുടെ പുറത്തേക്ക് നിന്ന് വീഴുമായിരുന്നില്ലേ? നീ എന്റെ മേലോട്ട് ക്യാൻ എടുത്തെറിയുമല്ലേ? ഇനി ഞാൻ നിന്നെ വിട്ടയക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അടിച്ച് ചമ്മന്തിയാക്കാൻ പോവാണ്. മന്ത്രവാദിനി മേഡം, നിങ്ങൾ ടോണി ബോസിനെ കൊണ്ടുപോയിക്കോളൂ. അയാൾക്ക് ചമ്മന്തി ചട്നിയും കഴിക്കുന്നത് വളരെ ഇഷ്ടാ. പക്ഷേ ഞങ്ങളെ ദയവേത് വിട്ടേക്കണേ പ്ലീസ്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഈ പിശാചിന് വകവരുത്തുമായിരുന്നു. പക്ഷേ എനിക്കിന്ന് ലൂഡോ കളിക്കാൻ പോകാനുണ്ട്, അതുകൊണ്ട് വിട്ടയക്കുകയാണ്. രാത്രി സമയത്ത് എവിടെയോ ശബ്ദമുണ്ടായാൽ ആരോ എവിടെയോ പതുങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. എനിക്ക് മനസ്സിലായി. നിങ്ങൾ ചുരുക്കി പറഞ്ഞ കാര്യം ഇതല്ലേ? അതായത് ഈ ഓടിക്കോ. മമ്മി, വാതിൽ തന്നെ അടഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ എങ്ങനെയാ നമ്മൾ പുറത്തേക്ക് പോകുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ ശരീരം ഒരിക്കലും ഈ ബംഗ്ലാവ് വിട്ട് പുറത്തേക്ക് പോവില്ല. മറ്റൊരു വഴിയുമില്ല. ഇപ്പൊ എല്ലാവരെയും സേഫായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വനത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഹലോ ബഡി കീക്കോ, ഇതാ എത്തിക്കഴിഞ്ഞു സ്പീഡോ. കുട്ടി കുറുമ്പുകൾ ചെയ്യണമോ അല്ലെങ്കിൽ അടിപിടി ഗുസ്തി കൂടണമോ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? വേഗം പറഞ്ഞോ. സൂപ്പർ സ്പീഡോ, ഈ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ആകെ ഒരൊറ്റ വാതിലേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് സേഫായിട്ട് ഇവരെ എല്ലാവരും പുറത്തേക്ക് കൊണ്ടുപോകണം. ഫോർമുല നമ്പർ 58 അപ്ലൈ ചെയ്യും. ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 58.
on her way to attack. Let's go run and not look back. This is not a fairy tale. Your spells are going to fail. First we'll rescue everyone. Trust me, your luck is done. Everybody hold on tight. Ego and Speedo will make it right. ഓടിക്കോ ഓടിക്കോ, ആരും ഇവിടെ നിൽക്കരുത്. സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫ്രണ്ട്സിനെ ഇവിടുന്ന് സേഫ് ആയിട്ട് സൺസിറ്റിയിൽ കൊണ്ട് എത്തിക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്യും. ഫോർമുല നമ്പർ 48 ആക്ടിവേറ്റ് ചെയ്യാം. സൂപ്പർ റോക്കറ്റിനെ വെച്ച് ബസ്സിനെ വലിച്ചോണ്ട് പോകാം. വരൂ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അകത്തേക്ക് ചെന്ന് ആ മന്ത്രവാദിനിയെ വകവരുത്താം. നിങ്ങൾ രണ്ടാള് മാത്രമല്ല, നമ്മൾ 4 പേരും. ഞങ്ങളുടെ കൂട്ടുകാരനെ എന്നും തനിച്ചാക്കി ഞങ്ങൾ എങ്ങോട്ടും പോകില്ല. അതെ, ഒരിക്കലും കിക്കോയെ തനിച്ചാക്കി ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. അത് കണ്ടോ, അവൾ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരും അകത്തില്ലല്ലോ, പിന്നെ ഇവൾ ആരെയാ പുറത്തേക്ക് പോകാൻ പറയുന്നത്? അതിപ്പോ നമ്മൾ അകത്ത് ചെന്നാലേ മനസ്സിലാക്കാൻ പറ്റൂ. നീ ഇപ്പോ എന്താണ് വായിച്ചോണ്ടിരിക്കുന്നത് ട്വിങ്കിൾ? അതിനെക്കുറിച്ച് ഇതിലെന്ത് എഴുതി വെച്ചിട്ടുണ്ട്? ഷെടാ, ഈ സാധനങ്ങളെല്ലാം പഴയ സ്ഥാനത്തേക്ക് എങ്ങനെയാ പോയത്? ആ മന്ത്രവാദിനി എങ്ങോട്ടാ പോയത്? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. നിങ്ങൾ എല്ലാവരും സുരക്ഷിതമായിട്ട് പുറത്തേക്ക് പോയോ ഇല്ലയോ? ഹിമ്മത്തങ്കൾ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യൂ. ഈ മന്ത്രവാദിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. അപ്പൊ അതാണല്ലേ കാര്യം. എന്റെ ദൈവമേ, ആ മന്ത്രവാദിനെ അവിടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇവളെ കണ്ട പാടെ എന്റെ വിശപ്പെല്ലാം പമ്പ കടന്നു. ഇപ്പൊ ഞാൻ എന്ത് കഴിക്കും? കീക്കോ, എന്നെ രക്ഷിക്ക്. ഇവളെങ്ങനെയാ രണ്ടാളായി മാറിയത്? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? സൂപ്പർ സ്പീഡോ, നീ ട്വിങ്കിളിനെയും ഡോഡോയും രക്ഷിക്ക്. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ കീക്കോ. നിന്റെ ഈ പ്രേത ബംഗ്ലാവ് പോലെ നീയും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവളെങ്ങനെയാ ഇത്ര വേഗത്തിൽ പോകുന്നത്? പിടികൂടാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. നിങ്ങൾ എറിഞ്ഞ ബോംബ് പൊട്ടിയിട്ട് അതിലൊരു അടയാളം പോലും അവിടെ ഇല്ലായിരുന്നു.
കാരണം ആ മന്ത്രവാദിനിയുടെ ഇമേജ് പോലെ ആ ബോംബ്സ് എല്ലാം വെറും ഒരു ഹാലോഗ്രാഫിക് ഇമേജ് തന്നെയാണ്. അതായത് വെറുതെ ആളുകളെ മണ്ടനാക്കുന്ന സംഭവം. ഇത് കണ്ടോ, ഇതിൽ നിന്നാണ് ഇമേജസ് പുറത്തേക്ക് വന്നത്. ശബ്ദം പോലും ഇതിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. എല്ലാവരെയും പേടിപ്പിച്ച് ഈ ബംഗ്ലാവിനകത്തേക്ക് ആരും വരാതിരിക്കാൻ നിങ്ങൾ ചെയ്ത പ്ലാൻ അടിപൊളി. ആ പെയിന്റിംഗ് തലകീഴായി മാറ്റിയത്, ഫർണിച്ചർ, സ്റ്റാച്യു അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയത്, അതെല്ലാം നിങ്ങളുടെ വെറും കളിയായിരുന്നു. അതെ, അതുകൊണ്ട് എന്താ? ഇത് എന്റെ ബംഗ്ലാവാണ്. ഇവിടെ ഞാൻ വിചാരിക്കുന്നത് പോലെ എന്തും ചെയ്യും. മിസ്റ്റർ പ്രിൻസ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇവിടുത്തെ ഒറിജിനൽ പ്രിൻസ് പല വർഷങ്ങളായിട്ട് ജോയ് സിറ്റിയിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻസ് ആണ്. ഇത് കണ്ടോ, ട്വിങ്കിൾ ഇന്റർനെറ്റ് ഇല്ലാതെ ചെക്ക് ചെയ്ത് കണ്ടെത്തി. അത് ശരിയാ. ഇപ്പോ നിനക്ക് എല്ലാ കാര്യവും മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ എന്തിനാ ഇത്തരം ഒരു കള്ളക്കളി കളിച്ചതെന്ന് പറഞ്ഞേക്കാം. ഒന്നര വർഷം മുമ്പ് സൺസിറ്റിയിൽ നിന്നും ചില ആഭരണങ്ങൾ കളവ് പോയില്ലേ? അത് കൊള്ളയടിച്ചത് ഞാനായിരുന്നു. കൊള്ളയടിച്ചതിന് ശേഷം അതൊക്കെ ഞാൻ ഇവിടെ മറച്ചു വെച്ചിരുന്നു. പിന്നെ എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് വിച്ചസിനെ യൂസ് ചെയ്ത് ആരും ഈ ബംഗ്ലാവിൽ വരാതെ പേടിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മറച്ചു വെക്കാനായി പുതിയതായി ഒരു സ്ഥലം കണ്ടെത്തണമെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഞാനിതാ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി എന്നെ ആർക്കും പിടിക്കാൻ പറ്റില്ല. സോറി കിക്കോ, എന്നോട് ക്ഷമിച്ചേക്ക്. ബൈ ബൈ കിക്കോ. അടുത്ത ജന്മത്തിൽ നമുക്ക് വീണ്ടും കാണാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 4 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 4 അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ ഞാൻ അവനെ പിടിച്ചേക്കാം. അവിടെ ചുറ്റി ഇവിടെ ചുറ്റി അവസാനം അവൻ എന്റെ കാൽ ചുവട്ടിൽ വന്ന് കിടക്കുന്നത് നീ കണ്ടില്ലേ ജൂനിയർ? എന്താ പറഞ്ഞത്? സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്.